ഇന്ന് 10 മണി മുതൽ 11-12 മണി വരെയുള്ള സമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മത മേലധ്യക്ഷന്മാരെയും കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയൊക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മണിക്കൂറുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2 കന്യാസ്ത്രീകൾ കഴിഞ്ഞ 6-7 ദിവസമായി ഛത്തീസ്ഗഡിലെ ജയിലിൽ ദുർഗ് ജില്ലയിലെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കേസ് NIA കോടതിയിൽ വന്നിട്ടുണ്ട്. ബിലാസ്പൂരിലുള്ള NIA കോടതിയിൽ ഇന്നലെ വാദം കേട്ടപ്പോൾ ഒരു മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ മയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പ്ലീഡർ ഗവൺമെന്റിന് വേണ്ടി വാദിച്ചത്. അതായത് ഇത് കേസ് പ്രാരംഭഘട്ടത്തിലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാം. പക്ഷേ വേറെ ഒരു എതിർഭാഗം പ്രതിഭാഗത്തിൻ്റെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വന്ന വക്കീൽ പറഞ്ഞ വാദങ്ങളെ ഒന്നും അണുകിട ഖണ്ഡിക്കുവാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്കിലും 3 സാധ്യതകളാണുള്ളത്. ഇന്ന് കോടതി വിധിയിൽ 3 സാധ്യതകൾ. ഒന്നാമത്തെ സാധ്യത കൃത്യമായി ജാമ്യം കൊടുക്കില്ല. കാരണം എന്താണ്? ഇത് പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം തരാൻ പറ്റില്ല, കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടെ, അന്വേഷണം നീങ്ങട്ടെ, അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ തന്നെ തുടരണം എന്ന് പറയാൻ ഒരു സാധ്യത. അങ്ങനെ വരാതിരിക്കട്ടെ. രണ്ടാമത്തെ സാധ്യത ജാമ്യം കൊടുക്കുന്നു, ചിലപ്പോൾ ഉപാധികളോടെയാണ്. ചിലപ്പോൾ ജില്ല വിട്ട് പോകരുത്, പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം, അല്ലെങ്കിൽ ആൾ ജാമ്യം, അല്ലെങ്കിൽ പിന്നെ പൈസ കെട്ടിവെക്കണം, ഇങ്ങനെ ഒരുപാട് കണ്ടീഷനോടുകൂടി ഉപാധികളോടുകൂടി ജാമ്യം കൊടുക്കാം, അല്ലെങ്കിൽ ഉപാധികളില്ലാതെ ജാമ്യം കൊടുക്കാം. ഈ നാട്ടിലേക്ക് പോകാം, കേസ് പറഞ്ഞാൽ മതി. മൂന്നാമത്തെ ഒരു സാധ്യതയാണ് ഇത് 2 കോടതി കടന്നു വന്നതുകൊണ്ട്, മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയൊക്കെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളിത് പരിശോധിക്കുന്നില്ല, ഇത് വേണമെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഒന്നുകിൽ സെഷൻസ് കോടതിയിൽ തന്നെ നിങ്ങൾ പോവുക, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറ്റു കോടതികളിലേക്ക് പോകണം എന്ന് പറയാനുള്ള സാധ്യതയും നമുക്ക് കളയാനാകില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ ഞാൻ പറഞ്ഞുതരാം. അത് പറയാതെ പോകാനാകില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, അത് കൃത്യമാണ് നിങ്ങളുടെ നിലപാട്, നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമാണ്. പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു ആളോട് PG സുരേഷ് രാവിലെ ചോദിക്കുന്നുണ്ട്, ഇന്നല്ലേ കേസ്, പ്രശാന്ത് രഘുവംശം എന്ത് പറയുന്നു ഈ കേസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ലോകത്തിലെ സൂര്യന് താഴെയുള്ള സകല കാര്യങ്ങളെയും വിശകലനം ചെയ്ത് പ്രശാന്ത് രഘുവംശത്തിൻ്റെ അഭിപ്രായം പറയും. പക്ഷേ ഈ കേസ് ചോദിച്ചപ്പോൾ പ്രശാന്ത് രഘുവംശം പറഞ്ഞത് കേട്ടാൽ നമുക്ക് ചാനലുകളുടെ രാഷ്ട്രീയവും വ്യക്തികളുടെ രാഷ്ട്രീയവും വളരെ കൃത്യമായി നമുക്കറിയാൻ പറ്റും. അതിനകത്തൊരു തർക്കമില്ല. പ്രശാന്ത് രഘുവംശം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നു, പല നിയമവിദഗ്ധരും പലരുമൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ കൃത്യമായ കോടതി കാര്യമാണെങ്കിൽ പോലും പ്രശാന്ത് രഘുവംശത്തിൻ്റെ അഭിപ്രായം പറയുന്നില്ല. അല്ലെങ്കിൽ സാധാരണ പറയുന്നത് എന്താണ്, ഞാനിങ്ങനെ വക്കീലന്മാരുമായിട്ട് നിയമജ്ഞരുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്ന ആളുകളുമായിട്ടൊക്കെ ഇടപെട്ടു, അവരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇതാണ് സാധ്യത എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. ഞാനിത് പറയുന്ന ആരെയും കുറ്റപ്പെടുത്താനല്ല. ഒരു ചാനലിനെയും നമ്മൾ രാവിലെ വന്നിരുന്ന് എൻ്റെ ഒരു ചെറിയ ഡിജിറ്റൽ ചാനലിലൂടെ എല്ലാ ചാനലുകളെയും കുറ്റം പറയുക, കുഴപ്പം പറയുക, ആളുകളുടെ പേര് പറയുക എന്നുള്ളതൊന്നും നമ്മൾ അജണ്ടയല്ല. പക്ഷേ ഒരു ആങ്കർ, ഒരു റിപ്പോർട്ടർ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയം കൂടി ഇതിൽ കയറി വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. എന്തായാലും ഇന്ന് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണല്ലോ നമുക്ക് വേണ്ടത്. കൊലപാതകം നടത്തിയ കൊലക്കുറ്റം ചെയ്ത നിമിഷപ്രിയയെ വരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നു. അത്ര വലിയ കുറ്റമല്ലല്ലോ ഇവർ ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീകൾ. അതുകൊണ്ട് അവർ അബദ്ധത്തിൽ പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ ന്യായാന്യായം NIA കോടതി നോക്കട്ടെ. എന്തായാലും അവർക്ക് ഇന്ന് 11 മണിയോടുകൂടി ജാമ്യം കിട്ടട്ടെ.